നമ്മൾ മരിക്കും മുമ്പേ നമ്മൾ പുനർജനിച്ചു കഴിഞ്ഞു. നിങ്ങൾ കുഞ്ഞുങ്ങളായില്ലേ? അച്ഛന് പുറപ്പെട്ടു വന്ന അച്ഛന്റെ ആ വിത്താണ്, ബീജമാണ് മാതാവിന്റെ ഗർഭത്തിൽ ചെന്ന് നാം എല്ലാമായി ദൃശ്യമായി. തുടർന്ന് നമ്മളും ഒരു ഗർഭത്തെ സ്വീകരിച്ചിട്ട് ഗർഭത്തിലേക്ക് നിറവച്ച് അതിലൂടെ പുനർജനിക്കുക. നമ്മൾ തന്നെ നമ്മളെ വിത്തിട്ട് ജനിക്കുന്ന നമ്മൾ തന്നെയാണ്. എന്നിട്ട് ഈ യാഥാർത്ഥ്യം കാണാതെ നമ്മളെന്തോ ആരോ പൊട്ടന്മാര് പറഞ്ഞ അന്ധവിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകാം. ഈ മനുഷ്യരെല്ലാവരും നമ്മൾ സസ്യങ്ങളെ എടുത്തു നോക്കിയാൽ മതി, ജീവജാലങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഒരു മാവോ പ്ലാവോ ഏതൊരു സസ്യമായിക്കോട്ടെ, വൃക്ഷമായിക്കോട്ടെ, അതിലൊരു വിത്തിട്ടിട്ടാണ് ആ മരം ഉണ്ടാവുന്നത്, അല്ലേ? വിത്തിനൊന്നല്ല ഉണ്ടാവും. അപ്പൊ വിത്തിൽ ആ എലിയും തണ്ടും തടിയും പൂവും കായകളും പഴങ്ങളും ഒക്കെ ആ വിത്തിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു. വിത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അത് ഈ വളവും ഉള്ളോട്ട് എത്തുമ്പോൾ, വിത്ത് എത്തുമ്പോൾ അവിടുന്ന് കിളിർത്ത് തന്റെ വിത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് കിളിർത്ത് വളർന്ന് വലുതായി പൂവും കായ്കളും അതേ പഴങ്ങൾ വീണ്ടും ഉണ്ടാവുക, അല്ലേ? ആ വിത്തിൽ നിന്ന് ആ ഏത് പഴത്തിലൂടെയാണ് വിത്ത് പുറപ്പെട്ടത്? ആ പഴം ആ വിത്തും അല്ലാതെ വേറൊരു പഴം ഒരു വിത്ത് ഉണ്ടാവുമായിരുന്നു? ഇല്ല. അപ്പൊ അത് തന്നെയല്ലേ പുനർജനിക്കുന്നത്? ആ ഒരു വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന വിത്തിലൂടെ ആ വൃക്ഷം തന്നെയാണ് പുനർജനിക്കുന്നത്. തുടർന്ന് പുനർജനിച്ച ആ വിത്തിലൂടെ ഇതേ വൃക്ഷം, ഇതേ പഴം, ഇതേ ഇലയും ഇതേ വിത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് തന്നെയല്ലേ ആദ്യ വിത്ത് തന്നെയല്ലേ വടവൃക്ഷമായിട്ട് പിന്നെ അതിൽ നിന്ന് പുറപ്പെട്ട വിത്തിലൂടെ പുനർജനിക്കുന്നത്? അതേ വൃക്ഷം തന്നെയല്ലേ? അതിനെ പുനർജനിക്കുക. ഉള്ള ഒന്ന് വീണ്ടും ജനിക്കുന്നതിനെ പുനർജനിക്കുക എന്ന് പറയാം. നിങ്ങളുടെ അച്ഛനും മാതാവും പിതാവും, അത് മാതാവിന്റെ ഗർഭത്തിലേക്ക് ആ വിത്ത് പാകി, നിങ്ങളുടെ അച്ഛന്റെ വിത്ത് പാകി, നിങ്ങളായി അച്ഛനും അമ്മയും കൂടെ നിങ്ങളായി പുനർജനിച്ചു. പിന്നെയും നിങ്ങളൊരു ഗർഭത്തെ സ്വീകരിച്ച് നിങ്ങളെ വിത്തും അതിലേക്ക് പാകി, പിന്നെ നിങ്ങളും അതിൽ നിന്ന് പുനർജനിക്കും. അപ്പൊ ബീജാന്തരങ്ങളുടെ ജന്മാന്തരങ്ങളുടെ ഇവിടെ പുനർജനിച്ചുകൊണ്ട് മുന്നേറുന്ന നാം പിന്നെ ഇത് ഇവിടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ നമ്മൾ. ഇതൊന്നും നമ്മൾ സ്വീകരിക്കാതെ നമ്മള് വേറെ ആരോ പൊട്ടന്മാര് പറഞ്ഞ് പഠിപ്പിച്ച നമ്മൾ മരണശേഷമാണ് പുനർജനിക്കാമെന്നും മുസ്ലിംകൾ പറയുന്നുണ്ട്. മരണശേഷം അവിടുന്ന് ഹയാത്തിട്ട് അവിടുന്ന് ചോദ്യവും ഉത്തരവും നരകവും സ്വർഗവും ഒക്കെ അവിടുന്ന് കിട്ടുന്നത്. മരണാന്തരം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ സ്വർഗം നൽകും, നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിഷ്പ്രയാസം കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. സ്വർഗത്തെ സ്വർഗം എന്ന് പറഞ്ഞാൽ സുഖജീവിതത്തെ ഉണ്ടാക്കിയെടുക്കാൻ പെടാപാടുകൾ. അപ്പൊ ഇവിടെ പാടുപെട്ട് ഉണ്ടാക്കിയത് അവിടെ പോയിട്ടാണ് അനുഭവിക്കാന്നാവുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് പാടുപെട്ട് ഉണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സുഖലോലുപതിയെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പണം മറ്റുള്ളവനെ വേദനിപ്പിച്ച് നമ്മൾ സുഖം അനുഭവിക്കുക. മറ്റൊന്ന് ആരാ മറ്റോ? ഈ ഈശ്വരൻ തന്നെയല്ലേ? ആ ശിവ അവതാരം തന്നെയല്ലേ? ആ ഇലാന്ന് പറഞ്ഞ ഇല്ലല്ല അവ തന്നെയല്ലേ? നമ്മൾ ഓരോരുത്തരും ഞാൻ വേറെ ആളെ ചൂഷണം ചെയ്ത് പറഞ്ഞു പറ്റിച്ച് അല്ലെങ്കിൽ തട്ടിയെടുക്കുന്ന പണം ദൈവത്തിന്റെ തന്നെയാണ്, വേറെ ആരുമില്ല. ആ ദൈവം നമ്മളെ വെറുതെ വിടുവോ? അടുത്ത സുഹൃത്ത് നമ്മളെ വെറുതെ വിടുവോ? ഇല്ല. നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് കൂടെ ആരെങ്കിലും നമുക്ക് പാര വെച്ച് നമുക്ക് അബദ്ധങ്ങൾ ഉണ്ടാക്കി നമ്മൾ നഷ്ടങ്ങളെല്ലാം വരുത്തും. ഇവിടെ നമ്മൾ ഒരാളെ അതൃപ്തിയോ വേദനയോ പെടുത്തിയിട്ട് എന്ത് സമ്പാദിച്ചാലും അത് ഇവിടെ തന്നെ താൽക്കാലം സുഖമല്ല തിരിച്ചെടുക്കുക. അപ്പം ഇവിടെ ആ പ്രപഞ്ചനാഥൻ പ്രപഞ്ചം തന്നെയാണ്. ആ ശിവനും ഇലാഹുമായ പ്രപഞ്ചനാഥൻ തന്നെയാണ് തന്റെ ബീജത്തിലൂടെ ദൃശ്യം രൂപാന്തരത്തിലൂടെ ബീജാന്തരത്തിലൂടെ അനവധിയായി ദൃശ്യമാകുന്നതും അതിലൂടെ നിലനിന്ന് പ്രവർത്തിക്കുന്നവരെല്ലാം ഈ പ്രപഞ്ചനാഥൻ തന്നെയാണ്, ദൈവം തന്നെയാണ് എന്ന യാഥാർത്ഥ്യം അറിഞ്ഞ് നമ്മൾ ധ്യാനത്തിൽ ഇരുന്ന ആ അദർശതയിൽ നിന്ന് പ്രസിദ്ധി വികസിച്ച് വ്യാപിച്ചാർത്തുന്ന ഈശ്വരനായ ശിവനും ഇലാഹുമായി ദൃശ്യമായി കൊണ്ട് എന്നിട്ട് ആ ഇലാഹും ശിവനുമായ ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭത്തിലേക്ക് ആ ജ്യോതി പ്രകാശം തന്നെ ബീജമായി വന്ന് ആ ഇലാഹിന്റെയും ശിവന്റെയും ചെറുരൂപത്തിൽ ശിവാവതാരം ഇലാഹിന് പറഞ്ഞു ഇല്ലല്ലയായി ദൃശ്യമായി അവതരിക്കുക. ഞാൻ ആ ശിവനും ശിവാവതാരമാണെന്നും
ഞാൻ ആ ഇലാഹും ഇല്ലല്ലയുമാണെന്ന് അറിഞ്ഞ് മനുഷ്യനെന്ന ഞാൻ ഇല്ലായ്മ ചെയ്ത് ആ അള്ളാഹുവും ശിവനുമായ ഈശ്വരനായി നാം ഈശ്വരനായി തീരുകയാണ് വേണ്ടത്. അത് എങ്ങനെ നാം ഈശ്വരൻ എന്നുള്ളത് ആ രൂപാന്തരത്തിലൂടെ കണ്ടറിഞ്ഞ് മനസ്സിലായി ബോധ്യമാകുന്നതിന് ബോധോദയം സിദ്ധിച്ചു. അതാണ് ദൈവസാക്ഷാത്കാരമായി തീരുന്നത്. അങ്ങനെ ഞാൻ ദൈവസാക്ഷാത്കാരമായി തീരുന്നു. ഇതിനാണ് ധ്യാനിക്കുന്നത്, ഇതിനാണ് നിങ്ങൾ തപസ് ചെയ്യുന്നത്. ഇതാണ്. അല്ല നിങ്ങൾ കളിക്കുന്ന കളി കളിച്ചിട്ടൊന്നും യാതൊരു കിട്ടില്ല. ഇനി ദൈവം തന്നെ നിങ്ങൾക്ക് ആ ദൈവദർശനം നൽകി. അതിലൂടെ നിങ്ങൾ ഇത് ഇവിടെ ഒരു റിയാലിറ്റിയാണ് കാണിച്ചു തന്നെ പറഞ്ഞു തരുന്നത്. ഒരു ഉപമകൾ സങ്കല്പം വേണ്ട, റിയലായിട്ട് നമുക്കിവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടറിഞ്ഞ് അതുപോലെ അതായി തീരാണ് വേണ്ടത്.